പറഞ്ഞ അവനെ പറ്റി എന്തെങ്കിലും രണ്ടു വാക്ക് ചോദിക്കാം. ഞങ്ങളുടെ ക്ലാസ്സിൽ തോറ്റിരിക്കുന്ന ആളായിരിക്കും. തോറ്റ പയ്യൻ ആലംപോയൻ. ഒരു അവസരം അങ്ങനെ പറയും. എങ്കിൽ പറയൂ ഈ സിനിമയിലെ ക്യാരക്ടറിനെ പറ്റി. പിന്നെ ഇത് ഇന്റർവ്യൂല് കാർത്തികേയന്റെ മൂക്ക് പോയെന്നൊക്കെ പറഞ്ഞേ. ഇല്ല ഞാൻ ആ ഏരിയയിലില്ല. ഷൂട്ട് തുടങ്ങുമ്പോളേ ഇവര് ഇതിനുള്ളിൽ ഷൂട്ട് നടക്കുക. അപ്പൊ ഞാൻ അവിടെ എത്തുന്നത് ഞാൻ ആദ്യം കാണുന്ന പോസ്റ്റർ ഈ ചേട്ടൻ ഇങ്ങനെയൊക്കെ അങ്ങനെ സത്യമായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കല്യാണം നോക്കാൻ നമ്മൾ പോയിട്ടില്ല. കല്യാണം നോക്കാൻ ഞാൻ വീട്ടിലെ നാട്ടിലെ തന്നെ ഭയങ്കര ഒരു ജീനിയസ് ആയ ഒരു കുട്ടിയായിരുന്നു. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കണ്ണിൽ ഇപ്പോഴും കണ്ണീര് വന്നു. അതും കയ്യില് മറ്റേ ബീഫ് കറിയും കണ്ടിരുന്നു ആ സീനിലുള്ള. അത് വെച്ച് എച്ച് കൈ വെച്ച് അടിച്ചിരുന്നു. ധ്യാൻ ചേട്ടനൊപ്പം ക്യാമിയോ ഉള്ള ടാലന്റ് മൊത്തം മൾട്ടിയാണ്. ഇപ്പൊ ഒരു പേര് വിളിക്കാൻ അവസരം തന്നെ എന്ത് വിളിക്കും? ഫിലിം തീരുന്നു. എന്തെങ്കിലും പറഞ്ഞു പോയി അവന്റെ ക്യാരക്ടർ സ്പോയിലറായി പോകുന്നുള്ള ടെൻഷനാണ്. പ്രൊഡ്യൂസറെ ഒന്ന് കാണുമല്ലോ. ഉറപ്പായിട്ട് കണ്ടിട്ടേ പോകുന്നുള്ളൂ. ലാസ്റ്റ് പറഞ്ഞാൽ ഞാൻ യോജിക്കുന്നു. അപ്പൊ ബാക്കിയൊന്നും കൊണ്ടുവന്നാ 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1,00,000 രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. വത്സല ക്ലബ് എന്ന് പറയുമ്പോൾ ഒരു ചിരി നമ്മുടെ മനസ്സിൽ വരും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്രിഞ്ച് കല്യാണം കൊണ്ട് ആകുമ്പോഴത്തേക്കും അത് അതിലേറെ ചിരിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചിരി വിശേഷം പങ്കുവെക്കാൻ നമ്മുടെ ടീം ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട്? ഈ ചിരി കാണുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയോ നമ്മൾ ഫണ്ണായിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് ചേട്ടാ ഫൺ എന്ന് പറയുന്നത്? ഒരു പറഞ്ഞ പോലെ ഒരു ക്രിഞ്ച് കല്യാണം, ഒരു സാങ്കല്പികമായ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കല്യാണ മുറക്കികളുടെ ഒരു ഗ്രാമത്തിൽ കല്യാണം നടത്താൻ ശ്രമിക്കുന്ന ഒരു ക്ലബ്ബ്. അതാണ് വത്സല ക്ലബ്ബ്. വത്സല ചേച്ചിയുടെ പേരിലുള്ള ക്ലബ്ബാണ് വത്സല ക്ലബ്ബ്. അതുകൊണ്ടാണ് ക്ലബിന് വത്സല ക്ലബ്ബ് എന്ന് പേരിട്ടിരിക്കുന്നത്. നമ്മുടെ അപ്പോൾ ആ കല്യാണത്തിന്റെ വിശേഷങ്ങളും അത് എങ്ങനെയാണ് അവസാനം കല്യാണത്തിൽ നിൽക്കുന്ന കല്യാണ ചെറുക്കനും പെണ്ണുമാണ് ഇരിക്കുന്നത്. കാമുകനാണ് ഇരിക്കുന്നത്. ആര് പറഞ്ഞു? നീയാണ് മെയിൻ. സെക്കൻഡ് പാർട്ട് നീയാണ്. പക്ഷേ കഥ മൊത്തം ക്യാരക്ടറിന്റെ പേരാണ് ഏറ്റവും ബെനത്തോ. അതല്ല സിനിമയുടെ പേര് പറയും. ബെനത്തോ. അതിന് വല്ല അർത്ഥമുണ്ടോ? യെസ് അത് ഡയറക്ടർക്ക് മാത്രം അറിയത്തില്ല. ഗൗതം ശശി പറയുന്ന പേരെന്താ? ബെനത്തോ. അതിന്റെ അർത്ഥമുണ്ടോ? ബെനത്തോ ഇല്ല, ഒരർത്ഥമില്ല. ഈ സിനിമയ്ക്ക് വേണ്ടി ട്രാൻസ്ഫോർമേഷൻ നടത്തിയോ ബോഡി? പിന്നെ തീർച്ചയായിട്ടും കണ്ടു. മനസ്സിലാങ്ങല്ലേ അത് ഗ്രാഫിക്സിന്റെ സാങ്കേതിക വിദ്യ. ഞാൻ ഷൂട്ട് തുടങ്ങുമ്പോളേ ഇവര് ഇതിനുള്ളിൽ ഷൂട്ട് നടക്കുക. അപ്പൊ ഞാൻ അവിടെ എത്തുന്നത് അപ്പൊ ഞാൻ ആദ്യം കാണുന്ന പോസ്റ്റർ ഈ ചേട്ടൻ ഇങ്ങനെയൊക്കെ അങ്ങനെ സത്യമായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. സത്യത അകത്തതോ ശരിക്കും ഇതിലൊരു കംപ്ലൈന്റ് കേട്ടിട്ടുണ്ട്. ഗൗരി എല്ലാവരും ഇടിച്ചു കൂട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്കൊക്കെ ഇടിയിട്ട് ഒരാളെങ്കിലും സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കണ്ണിൽ ഇപ്പോഴും കണ്ണീര് വന്നു. കണ്ണീര് തുടച്ചിട്ട് പറയാൻ. പക്ഷെ ഇടി എല്ലാവർക്കും ഒരേപോലെ അല്ലേ? ഞാൻ ഗൗതം ശശിനെ ഒന്നും ചെയ്തില്ലല്ലേ? ഞാൻ ഒന്നും ചെയ്തൊന്നും. ചേട്ടന്റെ വായിൽ അലൈൻമെന്റ് ചെറിയൊരു വ്യത്യാസം. കാർത്തികേയന്റെ മൂക്ക് പോയെന്നൊക്കെ പറഞ്ഞേ. ഇല്ല ഞാൻ ആ ഏരിയയിലില്ല. ആൾക്കാരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉപ്പും ഗൗരി. അല്ല, ഇതിലൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സീനിൽ ഇദ്ദേഹത്തിന് ഒരു അടി റിയൽ ആയിട്ട് ഇച്ചിരി ഇതായിട്ട് കിട്ടി. അല്ല
ഒന്നും കണ്ടോടാ. 3 ടേക്ക് പോയി. അല്ല ഒന്നേ കണ്ടുള്ളൂ, പിന്നെ ബോധം പോയി ബാക്കി കാണാൻ പിന്നെ ബാക്കിയൊക്കെ ക്ലോസ് ഷോട്ടും അങ്ങനെ ആയി. അതും കയ്യില് മറ്റേ ബീഫ് കറിയും കണ്ടിരുന്നു ആ സീനിലുള്ള. അത് വെച്ച് എച്ച് കൈ വെച്ച് അടിച്ചു തന്നു. ഇതൊരു ശോകമല്ലേ? എനിക്കൊരു ഇപ്പം പറഞ്ഞപ്പോ എനിക്കൊരു അത് നിനക്ക് ഒരു റിഗ്രറ്റും ഇല്ലല്ലേ? ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത്രയും വേദനാജനകമായി പറയുമ്പോ നമ്മൾ പറയണമല്ലോ. ഈ സിനിമയ്ക്ക് മുമ്പ് ഗൗരീനെ ഒന്ന് സ്റ്റഡി ചെയ്യേണ്ടതായിരുന്നു. പാവമുണ്ട്, നമ്മള് തമാശക്ക് പറയണ കേട്ടോ. ഭയങ്കര ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്നുണ്ടാ, വേറെ കാര്യമൊന്നുമില്ല. അതിനകത്ത് ഉൾക്കൊണ്ട് ചെയ്യുന്നുണ്ട്. ചില ചൊവ്വാദോഷമുള്ള ആളുകൾക്ക് പെണ്ണ് കിട്ടാൻ കുറച്ച് പ്രശ്നമാന്ന് പറയുന്നത് സത്യമാണോ? എനിക്ക് അതിനെപ്പറ്റി അറിയില്ല വലുതായിട്ട്. സിനിമയിൽ ചൊവ്വാദോഷം ഒരു ഇതാണ്. ചൊവ്വ വേണു എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. അപ്പോൾ അതിനകത്ത് ചൊവ്വാദോഷം കാരണം അയാൾക്ക് പെണ്ണ് കിട്ടാത്തതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാതെ ഈ കഥ പറയുന്നത് തന്നെ ഒരു കല്യാണം മുടക്കികളുടെ ഒരു ഗ്രാമത്തിന്റെ കഥയാണ്. ഒരു ഫിക്ഷൻ, ഒരു സാങ്കല്പിക ഗ്രാമം. അവിടെ കല്യാണം മുടക്കുന്നത് ഒരു വിനോദമാകുന്ന കുറച്ച് ആൾക്കാർ. അപ്പൊ അവിടെ കല്യാണം കഴിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പയ്യൻ. അപ്പം കൂടത്തിൽ ചൊവ്വാദോഷവും കൂടെ ആവുമ്പോഴത്തേക്കും പൂർത്തിയായി. അതെ 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 ഗുരു പോലെ. അതെ 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 അതെ. അപ്പൊ ഇതില് വത്സല ക്ലബില് ഇപ്പൊ ഈ പോസ്റ്ററിൽ കാണുന്ന 5 പേര്, ഈ 5 പേരും കൂടി ഈ കല്യാണം മുടക്കുന്ന ആളുകൾക്കെതിരെയുള്ള അവർ തമ്മിലുള്ള ഒരു ക്ലാഷ് ആണ് ഈ പടം എന്ന് പറയുന്നത്. അതെ. അങ്ങനെ ഇങ്ങനെ ഈ കലിംഗ് ക്ലബ് ഒക്കെ പറയുമ്പോഴത്തേക്കും പഴയ ഒരു മെമ്മറീസ് ആണല്ലോ, പഴയകാല മെമ്മറീസ് ഒക്കെ ആണല്ലോ. അങ്ങനെ ഏതെങ്കിലും ക്ലബിലെ ഭാഗമായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ ഇല്ല. പക്ഷെ ക്ലബുകൾ ഇഷ്ടം പോലെ. ഞാൻ താമസിക്കുന്നത് പെരുമ്പാവൂർ. അവിടെ ഒരു ക്ലബ് ഉണ്ട്. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഒന്നും അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഞാൻ ഉണ്ടെന്ന് നമുക്കറിയാം. എനിക്കൊണ്ട് പഴയ കാലത്തെ പോലെ അത്രയും ആക്റ്റീവ് അല്ല ഈ കാലഘട്ടത്തിൽ. പക്ഷെ അല്ലാത്ത രീതിയിലുണ്ട് ഇഷ്ടം പോലെ. മിക്കവരും ക്ലബുകൾ നടത്തുന്നത് ഓൺലൈനിലാണ്. ഓൺലൈൻ ക്ലബുകളാണല്ലോ എല്ലാം. ചേട്ടന് കലിംഗ് സംസാരം ഭാഗമായിട്ടുണ്ടോ? അവൻ ക്ലബിലുണ്ടെന്ന്. ഏത് ക്ലബിലാ പറയാം? സൂപ്പർ ഇങ്ങനെ ആയിരിക്കും ഈ പടം. ഞാനും ഉണ്ടായിരുന്നു പണ്ട്. നമുക്ക് കഴിവില്ലല്ലോ. ഞാൻ അതെന്നാണ് ക്ലബ് ഹൗസിലുണ്ടെന്ന്. ചേട്ടൻ കലിംഗ് സംസാരത്തിന്റെയും ക്ലബ് ഹൗസിന്റെയും ഭാഗമായിട്ടുണ്ട്. കലിംഗ് സംസാരം ഉണ്ടല്ലോ നാട്ടിലെ കലിംഗ്. ഏതെങ്കിലും ക്ലബിലോ അങ്ങനെയൊക്കെ ഭാഗമായിട്ടുണ്ടോ? പിന്നെ ഞാൻ ഒരുപാട് ക്ലബിന്റെ ഭാഗമല്ലായിരുന്നു. എന്തായിരുന്നു അവസ്ഥ? ഇങ്ങനെ ഈ കല്യാണം മുടക്ക് പരദൂഷണം? കല്യാണം മുടക്കാൻ നമ്മൾ പോയിട്ടില്ല. കല്യാണം മുടക്കാൻ ഞാൻ നാട്ടിലെ തന്നെ ഭയങ്കര ഒരു ജീനിയസ് ആയ ഒരു കുട്ടിയായിരുന്നു. നമ്മളെ എഴുത്തും വായനയും പരിപാടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? പിന്നെ എല്ലാത്തിനും സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. നമ്മൾ ഇവിടെ ഇങ്ങനെ പറയുന്നെങ്കിലേ നമ്മൾ അല്ലാത്ത സമയത്ത് ഫുൾ ഇന്റലക്ച്വൽ ടോക്സ് ആണ്. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഞാൻ പറഞ്ഞ ആഗോള താപനയെ പറ്റി പറഞ്ഞു. അതെ. ഇപ്പൊ ട്രേഡില് ആരാണ് മുന്നോട്ട് പോവുക, ആരാണ് കുതിക്കുക, ഇടിയുക, ഇതെല്ലാം നന്നായിട്ട് അറിയാം. കൃത്യമായിട്ട് അറിയാം. അതെ അതെ അതെ, നന്നായിട്ട്. നന്ദിയുണ്ട് ചേട്ടാ, ഇത്ര അറിവുള്ള വ്യക്തിയാണല്ലോ എന്റെ മുന്നിൽ ഇരുന്നത്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പം ഇതൊരു ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു നല്ല ഗ്രാമീണ പശ്ചാത്തലമുള്ള സിനിമയാണെന്ന് പറയുന്നില്ലല്ലോ. ഭാരതക്കുന്നെന്ന് പറയുന്ന ഒരു ഗ്രാമം അതാണ്. സ്ലാങ് ട്രിവാൻഡ്രം എന്തോ അല്ലേ പിടിച്ചിരിക്കുന്നത്? അങ്ങനെ ഫുള്ളായിട്ട് പിടിച്ചില്ല, പക്ഷെ ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ടൊക്കെ ആണ്. അങ്ങനെ അത് സാങ്കല്പിക ഗ്രാമമാകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് എന്തോ ഇഷ്ടമുള്ള സ്ലാങ്, എല്ലാ സ്ലാങ്ങും ഉണ്ട്. പിന്നെ അല്ല, നിങ്ങൾ ക്ലബിന് വേണ്ടിട്ട് ഇനാഗുറേഷൻ ഒരാളെ വിളിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. എല്ലാവരും അങ്ങനെ വിചാരിച്ചു. ഇനാഗുറേഷൻ അല്ല, അത് ആക്ച്വലി ഒരു പ്രൊമോഷൻ റീലിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഇതിനകത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് തന്നെയാണ് അദ്ദേഹം പ്ലേ ചെയ്യുന്നത്. അത് കാമിയോ ആയിട്ടുള്ള ഒരു റോള്. അപ്പോൾ പറഞ്ഞു അറിഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹം പക്ഷെ അത് ഇങ്ങനെ ഇനാഗുറേഷനായിട്ട് ജസ്റ്റ് കാണിച്ച് അങ്ങനെ പോവല്ല, ഒരു ഇമ്പോർട്ടന്റ് റോള് തന്നെയാണ്. പറയുന്നുണ്ടല്ലോ. അതെ, അതെ, ആ പടമാണ് നമ്മൾ കാണുന്നത്. ഒരാളെ കളിയാക്കിയിട്ട് അയാളെ സിനിമയിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അതൊരു കഴിവ് തന്നെയാണ്. അതിന് പകുതി ഡയലോഗ് അദ്ദേഹം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അദ്ദേഹം തന്നെ എഴുതി. രൂപേഷ്, നമ്മള് പഴയ സിനിമകൾ, സ്ഫടികം പോലുള്ള സിനിമകൾ കണ്ടു വളർന്ന ആൾക്കാരാണ് ഞങ്ങൾ. എങ്കിലും ഇപ്പം ഇതിലേക്ക് വരുമ്പോൾ ഈ ഒരു വൈബിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് തോന്നുന്നല്ലേ? മീൻസ് ചില വീഡിയോസിലൊക്കെ ഞാൻ കാണുമ്പോൾ ഭയങ്കര ബോഡി ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ മീൻസ് കുറച്ച് ടോക്കറ്റീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന, ന്യൂജൻ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ നോക്കുമ്പോ അങ്ങനത്തെ കാര്യങ്ങളാണ് കണ്ടത്. ശരിക്കും അപ്ഡേറ്റ് ചെയ്തിട്ട് ന്യൂജനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്ഫടികം തൊട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു നിങ്ങളോട്. അല്ല, ഞാനിപ്പോഴും പുറത്ത് എന്താ പറയാ, എവിടെ പോയാലും സ്ഫടികത്തിലെ
തോമസ് ചാക്കോ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയാം, ഇപ്പോഴും ചോദിക്കുന്ന അങ്ങനെ തന്നെ. അത് ഇപ്പോഴും എനിക്ക് 2023 പടത്തിന് റീ റിലീസ് ഉണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെയും ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് സിനിമ വെക്കുന്നുണ്ട്. ന്യൂജൻ ആവാൻ വേണ്ടി ശ്രമിക്കണമെന്നില്ല, മനസ്സ് ചെറുപ്പമായതുകൊണ്ട് ആളുകൾക്ക് തോന്നുന്നതാണ്. അല്ല, അദ്ദേഹത്തിന്റെ തോട്ട്സ് അല്ല. ഇപ്പം സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ചെയ്ത 2 പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇദ്ദേഹം ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം എന്ന് പറയുന്നത് തീവ്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെ അദ്ദേഹം 2 പടം ഡയറക്ട് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തീവ്രമാണ്. അപ്പൊ ആ തീവ്രം എന്ന് പറയുന്നത് ഞാൻ ഇദ്ദേഹത്തോട് എപ്പോഴും പറയാറുണ്ട്, അത് ഇപ്പോൾ റീ റിലീസ് ചെയ്താലും ഭയങ്കരമായി അതിന് ഒരു മാറ്റവും ഇല്ലാതെ റിലീസ് ചെയ്താലും ഹിറ്റ് ആവുന്ന ഒരു എലമെന്റ് അതിനകത്തിൽ. കാരണം അത് ഇച്ചിരി കാലത്തിന് മുന്നേ സഞ്ചരിച്ച രീതിയിലുള്ള ഒരു തോട്ടാണ് അത് നല്ലൊരു ഇതായിരുന്നു. ആ സമയത്തൊക്കെ കാണുമ്പോൾ ഒരു പുതുമയുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ തോട്ട്സ് ഒക്കെ ഇപ്പൊ അദ്ദേഹം ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു പടം ഇറങ്ങാനായിട്ട് ഇപ്പൊ ഉണ്ട് അദ്ദേഹത്തിന്റെ ഡയറക്ടോറിയൽ ഇതില്. അതിന്റെ പേര് ഭാസ്കര ഭരണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ തോട്ട് അദ്ദേഹം ഷെയർ ചെയ്തപ്പോൾ അതും ഗംഭീര സാധനം, ഇപ്പോഴത്തെ കാലഘട്ടത്തിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം. അപ്പൊ ഇദ്ദേഹത്തിന്റെ തോട്ട്സ് ഒക്കെ അങ്ങനെ തന്നെയാണ്. കാരണം യൂട്യൂബ് റൂട്ടോസ് ആയാലും അതിനുശേഷം ടൊവിനോയായിട്ട് അദ്ദേഹം ചെയ്ത പടമായാലും എല്ലാം കുറച്ചുകൂടി മുന്നോട്ട് നിൽക്കുന്ന സംഭവം. പക്ഷെ ഇതിലിപ്പോ എല്ലാവരും തീവ്രം എന്ന് പറയുമ്പോൾ എന്റെ ഫേവറേറ്റ് പടം യൂട്യൂബ് റൂട്ടോസ് ആണ്. കാരണം വേറെ ഒന്നല്ല, ഒരു ഫൺ മൂവിയാണ്. ഈ പറഞ്ഞ തന്നെ ടെക്നിക്കലി ഭയങ്കര സ്ലീക്കാണ് പടം. തീവ്രം ഇഷ്ടമില്ലെന്നല്ല പറഞ്ഞു. തീവ്രം ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഹാർഡ് ഹിറ്റിംഗ്. കാരണം തീവ്രം ഇറങ്ങിയതിന് ശേഷം ട്രിവാൻഡ്രത്തുള്ളൊരു ഫാമിലി, ഒരു അത്യാവശ്യം പ്രായമുള്ള ഒരു ആൻറ്റി അനേഴ്സും വിളിച്ച് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്, അതിൻ്റെ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററിൽ പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ വെട്ടും കുത്തും ചവിട്ടും കാണുന്നതിന് വരെ ഒരു ഫൺ മൂവി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് റൂട്ടസ് ചെയ്തത്. അപ്പോൾ ഇപ്പോഴും ആൾക്കാർക്ക് വേണ്ടത് എൻ്റർടൈൻമെൻറ്റ്. വത്സല ക്ലബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോലും പോവുക, ഒരു 2 മണിക്കൂർ കാണുക, പൊട്ടിച്ചിരിക്കുക, തിരിച്ചു പോവുക. ഡാർക്ക് പരിപാടി ഒന്നും ഇതിനകത്തില്ല, ഒന്നുമില്ല. കുറച്ച് ഇരുട്ട് രാത്രി ഉണ്ടെന്നേ ഉള്ളൂ. ആധികാരികമായിട്ട് സംസാരിക്കാൻ ചേട്ടനെ സംബന്ധിച്ചോളാം ഇവിടുന്ന് ഞാൻ കേട്ടു. ഞാൻ ഇവിടെ സംസാരിക്കാം, എനിക്ക് ഇങ്ങോട്ട് തിരിയാനും പറ്റില്ല. പക്ഷെ ഇവര് ഭയങ്കര ഡിസ്കഷനാണ്. ക്ലാസ്സിലെ അലമ്പ് കുട്ടികളാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ തോറ്റിരിക്കുന്ന ആളായിരിക്കും. തോറ്റ് പയ്യൻ അലമ്പ് പയ്യൻ. നിങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സ് ആയിട്ട് ഇങ്ങനെ അലമ്പോ എന്താണ്? എങ്കിൽ പറയൂ, ഈ സിനിമയിലെ ക്യാരക്ടറിനെ പറ്റി. പിന്നെ ഇത് ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത് അതുകൊണ്ട് സൈഡായിട്ട് വന്നിരുന്നു. നടുക്കിലിരുത്തിട്ട് ഈ സാധനം പറയിപ്പിക്കണായിരുന്നു. നടുക്കിലിരുത്തിട്ട് ഈ സാധനം ക്യാരക്ടറിനെ പറ്റി പറയും. ക്യാരക്ടറിനെ പറ്റി പറയാനാണെങ്കിൽ നല്ലതാണ്, ഇല്ല സിനിമയിൽ. ഞാൻ കുറച്ചേ ഉള്ളൂ. ഞാൻ ഇത് മറ്റേത് ധ്യാൻ ചേട്ടനൊപ്പം ക്യാമിയോ. സാബു ചേട്ടൻ വരുന്നുണ്ടോ? സാബു ചേട്ടൻ ഇല്ല, വരുന്നില്ല. നിങ്ങൾ രണ്ടും ഇങ്ങനെ ഇരട്ട പറ്റ സഹോദരങ്ങളാണല്ലോ. അപ്പൊ സാബു ചേട്ടൻ ഉണ്ടോ? സാബു ചേട്ടൻ ഇല്ല. ഇല്ല, അതോ നിങ്ങൾ രഹസ്യമായിട്ട് വെച്ചില്ല? സാബു ഇൻഡസ്ട്രി മാറി ഇപ്പൊ തമിഴിലോട്ടായി. ഓ, അതുകൊണ്ട് എന്റെ തമിഴ് പോയില്ല. തമിഴില്ല, ഞാൻ തമിഴ് അറിഞ്ഞൂടാ. ഇല്ല, മലയാളം ഇപ്പൊ പഠിച്ചു. അപ്പൊ ക്യാരക്ടറിനെ പറ്റി പറയൂല എന്നുള്ളതാണ് അത് സംഭവം എന്ന് വെച്ചാൽ അവന്റെ ക്യാരക്ടർ ഒരു കുറച്ച് ഇതാണ്, ഇതായി പോകും, സ്പോയിലറായി പോകുന്നുള്ളതുകൊണ്ട് അവൻ അത് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ഗൗരിയുടെ കാമുകനാണെന്ന് മനസ്സിലായി. ഗൗരിയുടെ കാമുകൻ പറയാണെന്നുണ്ടെങ്കിൽ ഗൗതമിന്റെ ക്യാരക്ടർ കാരണമാണ് എന്താ പറയാ ഗൗരിയുടെ ക്യാരക്ടർ ഈ വത്സല ക്ലബിൽ വന്ന് ചേരുന്നത്. തുടക്കം മുതലേ നമ്മള് അദ്ദേഹത്തിന്റെ പേര് മെൻഷൻ ചെയ്യുമെങ്കിലും അദ്ദേഹം ഒരു പോയിന്റിലാണ് എത്തുക. ഒരു പോയിന്റിൽ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ എത്തുള്ളൂ. അപ്പൊ പറഞ്ഞത് ശരിയാ. അപ്പൊ കുഴപ്പമില്ല, നമുക്കൊരു ഗെയിം കളിക്കാം. ഗെയിം മീൻസ് നമ്മൾ ഈ അടുത്തിറങ്ങി പറ്റിയ പരിപാടി. ചേട്ടാ, എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പം ഈ അടുത്തിറങ്ങിയ കുറച്ച് സിനിമകൾ, അതിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ 2 സിനിമയുടെ പേര് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാതിനുള്ള കാരണവും പറയാം. എനിക്ക് കമ്പയർ ചെയ്ത്. ഓടിക്കൊണ്ടിരിക്കുന്ന പടമൊക്കെ പറയരുത്. ഇല്ല, പറയില്ല. 2 പടം. മഞ്ഞുമൽ ബോയ്സ് വർഷങ്ങൾക്ക് ശേഷം. മഞ്ഞുമൽ ബോയ്സ് വർഷങ്ങൾക്ക് ശേഷം. ഇതിലേതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്ക് 2 ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് അറിഞ്ഞൂടാ. ചേട്ടാ സേഫ് വിട്ടു. മഞ്ഞുമൽ ബോയ്സ് ആടുജീവിതം. മഞ്ഞുമൽ ബോയ്സ് ബ്രഹ്മയുഗം.
ഭ്രമയുഗം ആവേശം. 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 ആവേശം ഓസ്ലർ. ആവേശം. ഓസ്ലർ. ആവേശം. ആവേശം മലക്കോട്ടെ ബാലുവൻ. ആവേശം. ആവേശം ആനന്ദ് ശ്രീബാല. ആവേശം. ആവേശം വിശേഷം. ആവേശം. ഓക്കെ. ആവേശം ARM. ആവേശം. ആവേശം ടർബോ. ആവേശം. തിരില്ല. ഭയങ്കര എളുപ്പമാണല്ലോ. ആവേശം ആട്ടം. ആട്ടം. ആവേശം. എനിക്ക് ആട്ടം. ആട്ടം. ആവേശം കിഷ്കിന്ധാകാന്ഡം. ഓ, ഇത് ഒരാളോട് ചോദിക്കുമല്ലേ? കിഷ്കിന്ധാകാന്ഡം. കിഷ്കിന്ധാകാന്ഡം തലൈവൻ. കൃഷ്ണനാണ്. ഓക്കെ. കിഷ്കിന്ധാകാന്ഡം നുണക്കുഴി. കൃഷ്ണനാണ്. ഓക്കെ. അപ്പം ഏത് പടം വിജയിച്ചത്? ആവേശാണ് ഏറ്റവും അതിന് വേറൊന്നുമില്ല, എന്റർടൈനിങ് ആവേശമായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഭ്രമയുഗം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭ്രമയുഗം എന്ന് പറഞ്ഞില്ലേ, അത് ബ്രില്യൻ മൂവിയായിരുന്നു. ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആവേശം എന്ന് പറയുമ്പോൾ ഇപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആവേശം വേണേൽ പിന്നി വരുന്നതാണ്. അതുകൊണ്ടാണ് ആവേശം എന്ന് പറഞ്ഞത്. കിഷ്കിന്ധാകാന്ഡം എന്താ പറയാ, സ്ക്രീൻ പ്ലേ മാജിക്കാണ്. ഫിലിം മൊത്തത്തിൽ ഗംഭീരമാണ്. പക്ഷെ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ പ്ലേ മാജിക് എന്ന് പറയുന്നത് കിഷ്കിന്ധാകാന്ഡം. തലവൻ ഭയങ്കര എന്റർടൈനിങ്, എനിക്ക് അതും ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ ഞാൻ എൻ്റെ പ്രിഫറൻസ് കൂടുതൽ പോകുന്നത് ഇങ്ങനെ ചോദിച്ച കാരണം കിഷ്കിന്ധാകാന്ഡം. ഓക്കെ. അപ്പം അത്ര നല്ല സിനിമകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോക കണ്ടോ? പിന്നെ കണ്ടോ? ഇഷ്ടമായി? ഗംഭീര സിനിമ. അപ്പം ചേട്ടനാണെങ്കിലും ഇവിടെ ഒരാള് മൾട്ടി ടാലന്റഡ്, അത് നിങ്ങൾക്ക് അറിയാമോ? ആരാണ്? കാർത്തികേട്ടൻ. പിന്നെ എനിക്കറിയാം, 2012 തൊട്ട് എനിക്കറിയാം അദ്ദേഹം മൾട്ടി ടാലന്റ് ആണ്. എന്തൊക്കെ ടാലന്റ് ഉണ്ട്? എന്താ ചെയ്യാത്ത ടാലന്റ് മൊത്തം മൾട്ടിയാണ്. എങ്കിലും ഒരു കാര്യം ചെയ്യും, ഒരു 2 ടാലന്റ് പറഞ്ഞു വരും കാർത്തികേട്ടൻ. എനിക്കറിയാൻ പാടില്ല കാർത്തികേട്ടൻ, ഒരു 2 ടാലന്റ്. അവന്റെ ടാലന്റാ, അതാണ് ചോദിച്ചത്. എന്തില്ലെന്ന് പറയുന്ന മൊത്തം അവന്റെ ടാലന്റാ. എങ്കിലും ഒരെണ്ണം പറയൂ ചേട്ടാ. അവൻ നല്ലൊരു ആക്ടറാണ്, ഡയറക്ടറാണ്, സ്ക്രീൻ പ്ലേ റൈറ്ററാണ്, നല്ലൊരു ക്യാമറമാനാണ്, നല്ലൊരു എഡിറ്ററാണ്, നല്ലൊരു റെക്കോർഡിസ്റ്റാണ്, നല്ലൊരു സിംഗർ, പിന്നെ എന്താണ് മ്യൂസിഷ്യനാണ്, എന്തിനുപരി നല്ലൊരു ഫുഡിയാണ്, പിന്നെ നല്ല ഒരു സുഹൃത്താണ്. ലാസ്റ്റ് പറഞ്ഞോട് ഞാൻ യോജിക്കുന്നു. അതെ. അപ്പൊ ബാക്കിയൊന്നും കൊണ്ടുവരുന്നതാണ് പാവപ്പെട്ട ചെറിയ ഇത്രയും ഇതെന്നെ പറയണമെന്നുള്ളത്. കാർത്തികേട്ടാ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സോങ് കണ്ടു. ഏതാന്ന് മനസ്സിലായോ? വാനസ്മരിയല്ല, ഞങ്ങൾ അനാഥരെല്ലാം ഗുണ്ടകളാണ് പറഞ്ഞിട്ട് അത് കണ്ടിരുന്നു. പറ, അങ്ങനെ ഒരു പാട്ട് എടുക്കാനുള്ള പിന്നിലെ ചേതവികാരം എന്തായാലും? പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. ഞാനൊരു സീരീസ് ചെയ്തായിരുന്നു, ഫാമിലി ടീം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സീരീസിൽ ഒരു നായികയ്ക്ക് ഒരു റിംഗ് ടോൺ വേണം. അപ്പോൾ ഒരു ഹ്യൂമർ ആയിട്ടുള്ള ഒരു സംഭവം വേണമെന്ന് ചിന്തിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് ഈ ഡയലോഗ് കേട്ടു. അപ്പോൾ ആ പർട്ടിക്കുലർ ആ ഡയലോഗ് ഹിറ്റ് ആയതുകൊണ്ട് മാത്രം ഒരു സോങ് പോലെ ആ റിംഗ് ടോൺ ആക്കി, അത്രയേ ഉള്ളൂ. അപ്പോൾ അന്നേരം അതിനകത്ത് ഒരുപാട് കമൻസ് വന്നു, ഈ റിംഗ് ടോൺ കിട്ടുമോ, സോങ് നന്നായിട്ടുണ്ട് റിംഗ് ടോൺ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം അങ്ങനെ ആ റിംഗ് ടോൺ ആളുകൾ ഒരുപാട് ചോദിച്ചപ്പോൾ അതിനൊരു ഫുൾ സോങ് ആക്കി കൊടുത്തതേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും പ്രതീക്ഷിച്ചല്ല. ആ ഒരു പർട്ടിക്കുലർ എന്റർടൈൻമെന്റ് വാല്യൂ അത്ര മാത്രം. അതിനുശേഷം കുറച്ച് ദിവസം എയറിലായിരുന്നു, അറിഞ്ഞിരുന്നോ? എയറിലാണെന്ന് അറിഞ്ഞില്ല. മാധവ് വിളിക്കോ അല്ലെങ്കിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാധവ റീക്രിയേറ്റ് ചെയ്തല്ലോ. ഓക്കെ. ഇത് ആ പടം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു പാട്ടും കൂടെ. നല്ല ഉദ്ദേശത്തിലാണ് ചെയ്തത്. അതെ അതെ. പിന്നെ ഞാൻ വിചാരിച്ചു ചേട്ടൻ ഇത്ര വലിയ ഗായകനൊക്കെ ആയി തീരും, പിന്നെ അതും കൂടെ ആ മേഖലയും കൂടെ തൽക്കാലം അതിലൊന്നും നമുക്ക് താല്പര്യമില്ല. ഇല്ല. അതിനുശേഷം പിന്നെ മറ്റേ തുടരും സിനിമ അത് കണ്ടിരുന്നു. പക്ഷെ എനിക്ക് കൂടുതലും ഇതാണ് ഇഷ്ടം. അത് കുറച്ചുകൂടെ ഒരു ട്രോൾ എലമെന്റ് ആ ഡയലോഗിൽ കിടപ്പുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് പേർക്ക് അത് കണക്ട് ആയിട്ടുണ്ട്. അങ്ങനെയാണ്. അല്ല, ഇനി ഇവന്റെ ഇറങ്ങാനൊരു സാധനം കേട്ടോ, അത് വേറെ അത് വരും, ഇറങ്ങിയിട്ടില്ലല്ലോ. അത് ഞാൻ കേട്ടു. അത് ട്രോൾ എലമെന്റ് തന്നെയാണ്, ഒറിജിനലാണ്. ഓക്കെ. അപ്പം മത്സര ക്ലബ്ബ് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഒരു ക്ലബിലേക്ക് ഒരു പെണ്ണ് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എന്ന് തോന്നുന്നു ഇതിലേക്ക്. അപ്പം ഗൗരിയെ സംബന്ധിച്ചോളം എനിക്കറിയില്ല ഗൗരിയാണ് എന്താ ചോദിക്കുക, കാരണം ഗൗരിയെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഗൗരിനെ അറിയാം. അപ്പം ഗൗരിയുടെ ഈ അറിയേണ്ട സാധനമൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ കിട്ടുകയും ചെയ്തു. ഇനിയിപ്പോൾ ഗൗരിയോടായിട്ട് എന്താ ചോദിക്കണ്ടേന്ന് മനസ്സിലാകുന്നില്ല. എങ്കിലും മതിലിചാട്ടമൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടിരുന്നു. മതിലിചാട്ടമൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്. ഈസിയാണോ? നിഷ്കളങ്കമായ അങ്ങനത്തെ ആ മതിലായിട്ടൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്.
മതിൽ നമ്മൾ സാധാരണ മതിൽ ചാടുന്നത് എനിക്ക് ഇഷ്ടമാണ്. കാരണം രസമാണ്, എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വീട്ടില് ചിലപ്പോ മെയിൻ റോഡ് വഴി വീട്ടിൽ കയറാൻ വയ്യാത്ത ഞാൻ വീടിന്റെ ബാക്ക് സൈഡ് മതിൽ വഴി കയറാറുണ്ട്. ഇപ്പഴും ചെയ്യും, എനിക്കത് ഇഷ്ടമാണ്. അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ. മതിലായിട്ടൊക്കെ ഇത്ര എളുപ്പമായിരുന്നു ആരും എഴുതിയിട്ടുണ്ടാവില്ല എന്നാണ്. ഈ സിനിമയിൽ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ഉള്ള ഒരു സംഭവങ്ങൾ കൂടുതലും ചെയ്തിട്ടുള്ള ഇദ്ദേഹമാണ്. അപ്പോൾ കുറച്ചുകൂടി അത് ഇൻവോൾവ് ചെയ്യാൻ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചിരിക്കുന്നത് എന്റെ ക്യാരക്ടറിന്റെ പേര് എന്താണ്? ചക്രിക. 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 എന്താ വിളിക്കുന്നേട്ടാ? ഗൗതം എങ്ങനെ വിളിക്കും? കാമുകിയല്ലേ എന്തായാലും. ഞാൻ പറഞ്ഞ പോകും. ഇപ്പൊ ഒരു അവസരം തന്നിരിക്കുക കാമുകിനെ ചെല്ലപ്പേര് വിളിക്കാൻ. എന്ത് വിളിക്കും? ഈ പേര് വെച്ചിട്ട് ഒരു പേരുണ്ടാക്കണം. എനിക്കില്ല, കാമുകില്ല. അല്ല, ഇത് സിനിമയിലെ റിയൽ അല്ല, അതിലില്ല. ഞാൻ വിശ്വസിച്ചു. ഇത് പറയും. എന്നെ കണ്ട അത് ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞേ. ഇപ്പൊ ഒരു പേര് വിളിക്കാൻ അവസരം തന്നെ എന്ത് വിളിക്കും? വിളിക്ക്. നേരത്തെ എന്താ പറഞ്ഞ? ചക്രിക. ഫിലിം തീരുന്നു. ചക്രു. ഇത്ര സ്നേഹമുള്ളോ? അത്രേ ഉള്ളൂ. എന്ത് കാമുകനെ അല്ല, അത് പുറത്ത് പ്രകടിപ്പിക്കില്ല. അവരുടെ പേഴ്സണൽ സ്പേസിൽ അവർ ഭയങ്കര ഉള്ളിലാണ് സ്നേഹം. പ്രൊഡ്യൂസറെ ഒന്ന് കാണുമല്ലോ. ആ ചേട്ടനെ ഉറപ്പായിട്ട് കണ്ടിട്ടേ പോകുന്നുള്ളൂ. കെമിക്കലി എല്ലാം എന്നാലും സിനിമ ഹിറ്റ് ആവട്ടെ. നല്ല രീതിയിൽ ഇതേ ചിരി സിനിമയിലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. അപ്പം സെപ്റ്റംബർ 26 സിനിമ റിലീസ്. എല്ലാവരും പോയി കാണുക. പുതിയ ഞങ്ങൾ കുറച്ച് പേരാണ് അതിനകത്തുള്ളത്. സോ ഈ ഒരു ടീമിനെ വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതെ അതെ. അങ്ങനെയാണെങ്കിൽ കാർത്തിക് പുതിയൊരു പാട്ടായിട്ട് പിന്നെയും വരും. എന്നെ കുറിച്ചാണോ? തീർച്ചയായിട്ടും എല്ലാവരും വത്സല ക്ലബ്ബ് സെപ്റ്റംബർ 26 എല്ലാവരും കാണുക. താങ്ക് യു. താങ്ക് യു.